ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബാലറ്റ് ഫൈറ്റിൻ്റെ അതിഥി പയ്യന്നൂർ നഗരസഭ 14-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി പനക്കിൽ ബാലകൃഷ്ണനാണ്. എന്താണ് ബാലകൃഷ്ണന് വാർഡിനെക്കുറിച്ച് പറയാനുള്ളത്? പയ്യന്നൂർ നഗരസഭയിലെ കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖലയാണ് കോറം. ഈ കോറം 14-ാം വാർഡ് എന്ന് പറയുന്നത് കോറം സൗത്ത് പൊക്കോട്ട് വരരുചി ക്ഷേത്രത്തെ പരിസരത്ത് നിന്നും പരിസരത്ത് നിന്നും കോറം സെൻറ്റർ അതുപോലെ തന്നെ മുച്ചിലോട്ട് പരിസരത്തേക്കുള്ള ആ ഒരു ഭാഗങ്ങളാണ് ഈ 14-ാം വാർഡ്. ഈ 14-ാം വാർഡിൽ അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വികാരം, കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖലയിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വികാരം വ്രണപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് വികസനങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഇന്ന് വികസന മുരടിപ്പാണ് കാണാൻ സാധിച്ചത്. ആ വികസന മുരടിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനവിടെ കയറുകയും അവിടെയുള്ള ഒരുപാട് ആൾ കാണുകയും അവരിൽ നിന്ന് ഒരു അനുകൂല നിലപാട് എനിക്ക് കിട്ടാൻ സാധിക്കുകയും ചെയ്തു. 1-ാം വട്ട പര്യടനം പൂർത്തിയാക്കല്ലോ. ഇപ്പോഴും വാർഡിൽ എങ്ങനെയാണ് പ്രവർത്തനം നടത്തുന്നത് ബാലകൃഷ്ണൻ? മിക്ക ദിവസങ്ങളിലും ഞാൻ വാർഡിൽ സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊന്നും വേണ്ടുവോളം എത്തിയിട്ടില്ല. വികസന മുരടിപ്പ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. റോഡുകളൊക്കെ ഇപ്പം ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് ടാർ ചെയ്തതെല്ലാം കുറേ കാണാൻ പറ്റി. എങ്കിലും വികസന മുരടിപ്പിൻ്റെ ഭാഗമായി അവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ വിഷമം അനുഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 70 വയസ്സിന് മുകളിലുള്ള ഭാരതത്തിലെ മുഴുവൻ ആൾക്കാർക്കും 5 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ സഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അത് എത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്രായമുള്ളവരിലൊക്കെ ഇത് സമ്പർക്കത്തിലൂടെ ഇത് പറയാനും ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാലകൃഷ്ണൻ കൂടെ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്? അവിടെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വാർഡിൻ്റെ സ്ഥിതി അനുസരിച്ച് എത്ര ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് ബാലകൃഷ്ണൻ കണക്കാക്കുന്നത്? അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയത്തക്ക രീതിയിലുള്ള വോട്ടൊന്നും അവിടെ കാണാനുണ്ടായില്ല. പക്ഷേ എങ്കിലും അവിടുത്തെ ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് വിജയസാധ്യത എന്നിലുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു 100ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ. എന്തൊക്കെ പ്രവർത്തനങ്ങൾ അഥവാ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ വാർഡിൻ്റെ സമഗ്ര വികസനം, റോഡായാലും കുളങ്ങളായാലും പ്രധാനമന്ത്രിയുടെ ഇന്ന് ദാരിദ്ര്യമനുഭവ BPL ലിസ്റ്റിൽപ്പെട്ടവർക്ക് 20 കിലോ അരി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്, സൗജന്യമായി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ജീവിക്കാൻ ആദ്യം വേണ്ടത് അന്നമാണ്, അതുപോലെ തന്നെ പാർപ്പിടമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ പ്രദേശത്ത് ഞാനൊരു അമ്മയെ കണ്ട സമയത്ത് അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് കിടക്കുന്നൊരവസ്ഥ ഞാൻ അവിടെ ഒരു കോളനിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യവുമായി ബന്ധപ്പെട്ടില്ല 1-2 കുട്ടികളെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കും. അവരെല്ലാം ഒന്ന് കൈപിടിക്കണം. പിന്നെ കുളങ്ങൾ, നാട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ പദ്ധതികളെല്ലാം ഈ പ്രദേശത്ത് നമുക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടി അവരെന്നെ പൂർണ്ണമായി വിജയിപ്പിക്കുമെന്ന വിശ്വാസം. വാർഡ് മെമ്പർ ആയി മത്സരിക്കുന്നതിന് ഉപരി പയ്യന്നൂരിലെ BJPയുടെ ഒരു മുഖമാണ് ബാലകൃഷ്ണൻ. അതുകൊണ്ട് പയ്യന്നൂർ നഗരസഭയുടെ മൊത്തത്തിലുള്ള ഒരു BJPയുടെ മുന്നേറ്റം എങ്ങനെയാണ് കാണുന്നത്? പയ്യന്നൂർ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി 27 വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ആ 27 വാർഡിൽ 5 വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുക എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ആ 5 പഞ്ചായത്ത് പയ്യന്നൂർ മുനിസിപ്പൽ 5 കൗൺസിലർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ദേശീയ തലത്തിൽ തന്നെ നമ്മൾക്കത് എത്തിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള വികസനം നമ്മൾ പയ്യന്നൂർ നഗരസഭയിൽ എത്തിക്കാൻ പറ്റും. ഈ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുകയാണെങ്കിൽ അവിടെ അടുത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുക ലോകാരാധ്യനായ നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഇങ്ങനൊരു പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ പയ്യന്നൂർ പോലെ സ്ഥലത്ത് ഒരു 5 കൗൺസിലർമാരെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു അലയടി, അതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് ഇവിടെയും മനസ്സിലാക്കാം. ഇവിടെയും വികസനങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. വോട്ടർമാർ എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? വോട്ടർമാർ ഇന്നും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇന്നും ഞങ്ങൾ വോട്ടർമാരുമായി ആശയവിനിമയം നടത്തി. അപ്പോൾ വോട്ടറെല്ലാം നല്ല സ്നേഹത്തോടുകൂടി പെരുമാറിയാണ്. ഒരു കാലത്ത് നമുക്കങ്ങനെ വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ബാലികേറ മലയായിരുന്ന ആ പ്രദേശമൊക്കെ ഇന്ന് എല്ലാവരെയും നമ്മൾക്ക് സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത്. ഏറെ സന്തോഷമുണ്ട്. എല്ലാ വീടുകളിൽ കയറി ചെന്ന് നമുക്ക് ആശയവിനിമയം നടത്തി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം. ബാലറ്റ് ഫൈറ്റ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിപ്പോൾ പറയാനുള്ളത് പയ്യന്നൂർ നഗരസഭേൻ്റെ കാര്യങ്ങളാണ്. പയ്യന്നൂർ നഗരസഭയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്നും വീണ്ടും എത്തുന്നില്ല എന്നുള്ളതാണ്.
പിന്നെ ഇന്ന് വികസനം എന്ന് പറയുന്നത് പയ്യന്നൂർ നഗരസഭ വികസനം എന്ന് പറയുന്നത് റോഡ് വികസനം, ഈ ആറുവരിപ്പാത അതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് പോലും ഇവിടത്തേക്കൂടെ പോകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കിട്ടുന്നതെല്ലാം നമ്മൾ തന്നെയാണ്. അത് എല്ലാവർക്കും അവകാശപ്പെടാം. പക്ഷെ അതിൻ്റെ വാലും തലയും മാറ്റിയിട്ട് അത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പയ്യന്നൂർ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് 32.1 കോടി രൂപയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ മികച്ച വികസനം ഒന്നിപ്പം കാണാനുള്ളത് റെയിൽവേ വികസനമാണ്, അതുപോലെ തന്നെ ഹൈവേ വികസനമാണ്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് തട്ടിക്കൂട്ടിയിട്ട് റോഡുകൾ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ ഒരു ശരിയായ പ്രവണതയല്ല. ഈ പയ്യന്നൂർ പട്ടണം, പയ്യന്നൂർ നഗരം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് CRPF ക്യാമ്പ്, പെരിങ്ങോം CRPF ക്യാമ്പിൻ്റെയും പെരിയാർ മെഡിക്കൽ കോളേജിൻ്റെയും നേവൽ അക്കാദമിയുടെയും ഒക്കെ മധ്യത്തിൽ കിടക്കുന്നത്. ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ഈ പയ്യന്നൂർ പട്ടണമാണ്. ഈ പയ്യന്നൂർ പട്ടണം വളരേണ്ടത് നമുക്കെല്ലാം ആവശ്യമാണ്. ഇന്ന് പയ്യന്നൂരിലെ ട്രാഫിക് ബ്ലോക്ക് അത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടേണ്ട അവസ്ഥ. അപ്പോൾ അതിനൊരു അറുതി വരുത്തേണ്ടത് ഈ നമ്മുടെ നാട്ടിലെ ഈ വിശ്വാസികളും അതുപോലെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വരുന്ന കൗൺസിലർമാരും ഒക്കെയാണ്. അതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികാരികൾ, നഗരസഭ അധികാരികളാണ് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വേണ്ടത്. നഗരസഭ വിജയിക്കേണ്ടതും നഗരത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നതും നമ്മുടെ കടമയാണ്. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം ബാലറ്റ് ഫൈറ്റിനോട് സംസാരിച്ചതിന്.